ഓക്കെ, അപ്പൊ നമ്മുടെ കൂടെ ഇന്നുള്ളത് ക്രിസ്റ്റീനയാണ്. അപ്പൊ ക്രിസ്റ്റീന പബ്ലിക് എക്സാമിൽ +1 പബ്ലിക് എക്സാമിൽ 520 ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതെ 520 തന്നെ വാങ്ങിച്ചെടുത്തിരിക്കുകയാണ്. അപ്പൊ അതൊരു വേറെ ലെവൽ അച്ചീവ്മെന്റ് തന്നെയാണ്. അപ്പൊ ഈ ഒരു ഭീകര അച്ചീവ്മെന്റിലേക്ക് എത്താൻ എന്തൊക്കെയാണ് ക്രിസ്റ്റീന ചെയ്തത്? എക്സാമിന് തൊട്ട് മുന്നേ ഉള്ള 2-3 മന്ത്സ് നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്തു. അത് തന്നെയാണ്. പിന്നെ കൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആക്കി, കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചു. അതൊക്കെ തന്നെയാണ്. പിന്നെ സാധാരണ പഠിക്കുന്ന സമയത്തിനെക്കാട്ടും കൂടുതൽ സമയം പഠിച്ചു. ഓക്കെ, ശരി. അപ്പൊ എക്സാമിന്റെ സമയത്താണ് കൂടുതൽ പഠിച്ചതെന്ന് പറഞ്ഞു. ക്രിസ്റ്റീന റെഗുലർ ആയിട്ട് അതിന് മുമ്പ് പഠിക്കുമായിരുന്നു? എങ്ങനെയായിരുന്നു അതിന് മുൻപുള്ള ഒരു ഷെഡ്യൂൾ പഠനത്തിന്റെ? റെഗുലർ ആയിട്ട് പഠിക്കുമായിരുന്നു, പക്ഷെ അത് ചാപ്റ്റേഴ്സ് ഒക്കെ അത്രയ്ക്കും ക്ലിയർ ആയിട്ട് പഠിക്കുകയായിരുന്നു. പക്ഷെ എക്സാം ആയപ്പോഴത്തേനും എല്ലാ കൺസെപ്റ്റ്സും കുറച്ചും കൂടെ ഡീപ്പായിട്ട് പഠിച്ചെടുക്കാൻ ശ്രമിച്ചു. ക്രിസ്റ്റീനക്ക് എന്താ തോന്നുന്നത്? ഇപ്പം അതിന്റെ മുൻപ് കുറച്ച് പഠിച്ചു എന്ന് പറഞ്ഞത്, റെഗുലർ ആയിട്ട് കുറച്ചാണെങ്കിലും പഠിച്ചു. ആ കുറച്ച് പഠിച്ചതിന്റെ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടോ? അതായത് ഒന്നും പഠിക്കാതിരുന്നാല്, അന്നൊന്നും പഠിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നൊരു ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റുമായിരുന്നു? എന്താ തോന്നുന്നത്? അന്ന് സത്യം പറഞ്ഞാൽ പഠിക്കുമെന്ന് ചോദിച്ചാല് ഒരു 85% എനിക്ക് തോന്നിയിട്ടുള്ളൂ ഞാൻ പഠിച്ചതായിട്ട് റെഗുലർ ആയിട്ട്. പിന്നെ എക്സാമിൻ സമയത്താണ് കുറച്ചും കൂടെ ഇതാക്കിയെടുത്ത് പഠിച്ചെടുത്തത്. അപ്പം ഇപ്പൊ എപ്പോഴും എല്ലാവരും പിള്ളേരും ഒക്കെ ചോദിക്കുന്നത് എത്ര മണിക്കൂർ പഠിക്കണമെന്നാണ്. അപ്പം ക്രിസ്റ്റീന ഇപ്പൊ ഫുൾ മാർക്ക് കിട്ടി ഇപ്പൊ നമ്മുടെ കുട്ടികളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പൊ എത്ര മണിക്കൂർ അങ്ങനെ കണക്ക് വെക്കാറുണ്ട്? ഒരു ദിവസം ഇത്ര മണിക്കൂർ പഠിക്കണം, അല്ലെങ്കിൽ ക്രിസ്റ്റീന എത്ര മണിക്കൂറാണ് പഠിച്ചിട്ടുള്ളത്? ഇപ്പം റെഗുലർ ആയിട്ട് പഠിക്കുന്നതായാലും അല്ലെങ്കിൽ നമ്മളുടെ എക്സാം ടൈമിലായാലും? ടൈം അതല്ല, നമ്മൾ ഓരോ കാര്യങ്ങളും എങ്ങനെ അത് ക്ലിയർ ആയിട്ട് പഠിച്ചെടുക്കുന്നു അതാണ് അതിനകത്തുള്ളത്. പക്ഷെ ടൈം എത്ര എടുക്കുന്നു? ഇപ്പൊ നമ്മൾ 10 മണിക്കൂർ പഠിച്ചു, ഇത്ര മണിക്കൂർ പഠിച്ച് അതിൽ എനിക്കൊരു ഇതായിട്ട് തോന്നുന്നില്ല. നമ്മൾ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അത്ര ഇതായിട്ട് പഠിച്ചെടുക്കുന്നു. അതായത് നമുക്ക് എത്ര സമയം എടുക്കുന്നു അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ക്ലിയർ ചെയ്യുന്നത് എത്രമാത്രം സമയം എടുക്കും എന്നുള്ളത് നമുക്ക് ക്ലിയർ, അത് ഒരു കൺസെപ്റ്റ് എത്രമാത്രം ക്ലിയർ ആവുമോ ആ സമയം വരെ പഠിച്ചെടുക്കുക. ടൈം അതിനൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പൊ ക്രിസ്റ്റീന ഒരു ഡെയിലി റുട്ടീൻ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഏറ്റവും എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു +1 കുട്ടിക്ക് അറിയാൻ ആഗ്രഹമുള്ള ക്രിസ്റ്റീന എത്ര മണിക്കൂർ പഠിച്ചു എന്നുള്ള ഒരു നമ്പർ ആ കുട്ടിക്ക് കിട്ടണം. അപ്പം ഞാൻ ആവറേജ് ചോദിക്കുകയാണെങ്കിൽ, ഒരു ആവറേജ് നമ്പർ എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം ഏതാണ്ട് എത്ര സമയം പഠനത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യും? റെഗുലർ ആയിട്ടായിരുന്നെങ്കിൽ ഞാനൊരു 3 hours എടുക്കുമായിരുന്നു. ഇപ്പൊ എക്സാമിന് സമയം ആയപ്പോഴത്തേനും ഒരു 6 to 7 hours എനിക്ക് എടുത്തതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഈ നമ്പറാണ് എല്ലാവർക്കും വേണ്ടത്. ലൈവ് ഒക്കെ കാണുമ്പോ നമ്മള് നന്നായിട്ട് സമയം എടുക്കുന്നുണ്ട്. 10 hours, ഇപ്പം 12 hours ലൈവ് ഒക്കെ കാണുമ്പോ നമ്മള് ഇത്ര സമയം എടുത്ത് കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. നമ്മൾ എക്സാമിനർ ലൈവ് ഒക്കെ പഠിക്കും. അപ്പം ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതായത് ഇപ്പം നാളെ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്ന സബ്ജക്ട് പഠിക്കും, വൈകുന്നേരം മറ്റേത് പഠിക്കും, അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റഡി പ്ലാനോ ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ജസ്റ്റ് രാവിലെ എണീറ്റിട്ട് പഠിക്കാൻ മൂടുള്ളപ്പോ തോന്നുന്ന പഠിക്കാണോ? എന്തായിരുന്നു ക്രിസ്റ്റീന ചെയ്തത്? സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയത് ആദ്യമൊക്കെ ശരിയാക്കി പഠിച്ചു, പിന്നെ വന്നപ്പോ ഇച്ചിരി ഉഴപ്പി. എന്നാലും പഠിക്കാൻ ശ്രമിച്ചു. പിന്നെ ഞാൻ രാവിലെ ആയിട്ടുള്ള പഠിത്തം എനിക്ക് പറ്റിയില്ല. എനിക്ക് രാത്രി തന്നെ ഞാൻ പറ്റുമെങ്കിൽ പഠിച്ചു തീർത്തിട്ട് കിടക്കാൻ നോക്കും. രാത്രി എന്ന് പറയുമ്പോൾ എത്ര മണി വരെ ഇരിക്കും? മാക്സിമം 12 മണി വരെ ഇരിക്കും. ഓക്കെ, ശരി. അപ്പൊ മറ്റേ ചോദ്യത്തിന്റെ ഉത്തരം, അതായത് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഒരു പകുതിയെങ്കിലും സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഒരു കുട്ടിക്ക്. സ്റ്റഡി പ്ലാൻ പറയുവാണെങ്കിൽ ഇപ്പം ഒരു ദിവസം ഫുള്ള് കിട്ടുവാണെങ്കിൽ ആ ഒരു ദിവസം കൊണ്ട് ഓരോ സബ്ജക്റ്റിന്റെയും ഓരോ ചാപ്റ്റർ വെച്ചെങ്കിലും കവർ ചെയ്യണം എന്നുള്ള ഒരു ഇതിലാണ് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ദിവസം ഫുള്ള് കിട്ടുവാണെങ്കിൽ. ഇപ്പൊ നമ്മളിപ്പോ ക്ലാസ്സിൽ പോയിട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു 6 to 12 വരെ ഇരിക്കാൻ പറ്റുമെങ്കിൽ അന്നേരം ഒരു 2-3 ചാപ്റ്റേഴ്സ് എങ്കിലും ഓരോ സബ്ജക്റ്റിന്റെ വെച്ച് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഇതില്. അപ്പം ഇപ്പം പൊതുവെ കുട്ടികൾക്ക് ഈയിടെയായിട്ട് ഡിസ്ട്രാക്ഷൻസ് വലിയൊരു ഇഷ്യൂ ആണ്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാമും സ്നാപ്ചാറ്റും അതൊക്കെ. അപ്പം എന്റെ ചോദ്യം, ക്രിസ്റ്റീനയ്ക്ക് അങ്ങനത്തെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരുന്നോ, അല്ലെ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരുന്നോ? ഓൾസോ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ അതൊക്കെ ഓവർകം ചെയ്തു, എങ്ങനെ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചു? ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നൊക്കെ ഡിലീറ്റ് ചെയ്തു, അതും അവോയ്ഡ് ചെയ്തു. പിന്നെ ആകെ ഉണ്ടായിരുന്ന വാട്സപ്പും യൂട്യൂബും മാത്രമേ ഉള്ളൂ. പിന്നെ യൂട്യൂബിൽ ലൈവ് ഇടാൻ വേണ്ടി അങ്ങനെയൊക്കെ. പിന്നെ അല്ലാതെ കുറച്ച് സ്പെൻഡ് ചെയ്യും യൂട്യൂബിലൊക്കെ. വാട്സപ്പിലൊക്കെ ആണെങ്കിലും
സാധാരണ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും വളരെ കുറച്ച് സമയം വാട്സപ്പിൽ ഉപയോഗിക്കുന്നതൊക്കെ. അപ്പൊ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഡിലീറ്റ് ചെയ്തപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതായത് ഇങ്ങനെ വീണ്ടും ഉപയോഗിക്കാൻ അത്രേ അഡിക്റ്റ് അല്ലായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മളുടെ എക്സാം എന്ന ക്ലാസ്സുകൾ എങ്ങനെയാണ് ക്രിസ്റ്റീനക്ക് യൂസ്ഫുൾ ആയത്, അല്ലെങ്കിൽ അത് എത്രത്തോളം നമ്മുടെ ഈ ഒരു ഫുൾ മാർക്കിലേക്ക് ക്രിസ്റ്റീനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? കൺസെപ്റ്റ്സ് ഒക്കെ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്തെടുക്കാൻ പറ്റി. എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മള് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ചില സമയത്ത് ഇങ്ങനെ ചിലതൊക്കെ വിട്ടുപോയെന്ന് വരാം, അതൊക്കെ മിസ് ചെയ്യാതെ അതെല്ലാം പഠിച്ചെടുക്കാൻ പറ്റി. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റിയത് വലിയ ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. മാക്സിമം ക്ലാസ്സസ് ഒക്കെ യൂസ് ചെയ്തിരുന്നോ? അതായത് എക്സാമിന്റെ നമ്മൾ ക്ലാസ് തന്നതൊക്കെ മാക്സിമം കാണാൻ? ലൈവ് ഒക്കെ മിസ് ചെയ്യാതെ കണ്ടു. പിന്നെ ഞാൻ അഗ്നി റീലോഡ് ബാച്ചിലായിരുന്നു, റിവിഷൻ ബാച്ചിലായിരുന്നു. അപ്പൊ അതിനകത്തുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ കണ്ടു. ശരി ശരി. ഇനി നെക്സ്റ്റ് എനിക്കുള്ളൊരു ചോദ്യം, ഈ നോട്ട്സ് എങ്ങനെയാണ് ക്രിസ്റ്റീന മാനേജ് ചെയ്തത്? അതായത് ഒരു ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നോട്ട്സ് എഴുതുമായിരുന്നോ, അല്ലെ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് പിന്നീട് സമയം എടുത്ത് നോട്ട്സ് എഴുതുമായിരുന്നോ, അല്ലെ നോട്ടേ എഴുതാതിരിക്കുകയാണോ ചെയ്തത്? അല്ല, ഞാൻ ക്ലാസ് കാണുന്ന ആ സമയത്ത് തന്നെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് എടുത്തു. അങ്ങനെ ആ സമയത്ത് തന്നെ നമ്മളൊന്ന് വായിച്ചു നോക്കും, എഴുതുന്ന സമയത്ത് തന്നെ അങ്ങനെ വായിച്ചെഴുതി. കുട്ടികൾ ജനറലായിട്ട് ഒരു സംശയം ക്ലാസ്സിലൊക്കെ ചോദിക്കുന്നത്, എല്ലാ കാര്യവും എഴുതണം. അതായത് ഇപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്തു, ഫിസിക്സിനാണെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്തു, ആ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തു, അതിന് ആൻസർ നോട്ട് ചെയ്തു, അങ്ങനെ ചെയ്യായിരുന്നോ? അല്ലെങ്കിൽ ക്രിസ്റ്റീനയ്ക്ക് എന്തൊക്കെയാണോ ഓർമ്മയിൽ നിൽക്കാൻ ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് നോട്ട് ചെയ്തത്? എന്തായിരുന്നു ചെയ്തത്? ക്ലിയർ ആയില്ല. അതായത് എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്യായിരുന്നു, എന്ത് ഫോർമുല എഴുതിയാലും എന്ത് ക്വസ്റ്റ്യൻ എഴുതിയാലും അതൊക്കെ ക്രിസ്റ്റീന നോട്ട് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ക്രിസ്റ്റീനയ്ക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രമായിരുന്നു നോട്ട് ചെയ്തത്? അല്ല, ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പറയല്ലേ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് കേൾക്കുമ്പോ തന്നെ അറിയാമല്ലോ, നമുക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നൂല്ലോ, അപ്പൊ അതൊക്കെ എഴുതി അങ്ങനെയാണ്. ഇപ്പം നമ്മളിപ്പോ ക്രിസ്റ്റീനയുടെ ഈ ഒരു സ്റ്റഡി പ്ലാനും പഠിക്കുന്ന രീതിയൊക്കെ പറഞ്ഞു. ഇതൊന്നും അല്ലാതെ എക്സ്ട്രാ എന്തെങ്കിലും ഇപ്പൊ ഫുൾ മാർക്കിലേക്ക് എത്താൻ വേണ്ടിട്ട് എക്സ്ട്രാ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പഠിക്കുന്നതിലേക്ക് എത്താൻ, അല്ലെങ്കിൽ പഠിക്കുന്നത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്? എക്സ്ട്രാ ആയിട്ട് പറയാം, ഇപ്പം ഞാൻ റിവിഷൻ ടൈം ഇപ്പൊ എക്സാമിനറി ജോയിൻ ചെയ്തു, അതാണ്. അങ്ങനെ ക്ലാസ് എല്ലാം കേട്ട് പഠിച്ചു, അല്ലാതെ വേറെ എക്സ്ട്രാ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. ഒരു പ്ലസ് വണ്ണില് ഇപ്പൊ പഠിച്ച് തുടങ്ങിയെന്ന് പറയാൻ പറ്റില്ല, പ്ലസ് വണ്ണില് പരീക്ഷ എഴുതാൻ പോകുന്ന സ്റ്റുഡന്റിന് എന്താണ് ക്രിസ്റ്റീനയ്ക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്? അവർക്ക് ഇതുപോലെ ഒരു ഫുൾ മാർക്കൊക്കെ വാങ്ങാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവും, അപ്പൊ അവർക്ക് ഒരു കുട്ടിക്ക് ക്രിസ്റ്റീന എന്താണ് അഡ്വൈസ് കൊടുക്കുക? കൺസെപ്റ്റ്സ് ഒക്കെ നന്നായിട്ട് ക്ലിയർ ആക്കുക, അത് തന്നെയാണ് ആദ്യമത്തെ. നമുക്ക് ഇപ്പൊ ഒരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് മാക്സിമം കൺസെപ്റ്റും ക്ലിയർ ആക്കിയാൽ മാത്രമേ, ഇപ്പൊ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യന് അത് അതേപടി വരികയല്ല, അപ്പം ക്വസ്റ്റ്യൻസ് വേരി ചെയ്യും. അപ്പം വേറെ ക്വസ്റ്റ്യൻസും ചെയ്യണമെങ്കിൽ നമുക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. അപ്പൊ കൺസെപ്റ്റ്സ് ഒക്കെ നന്നായിട്ട് ക്ലിയർ ആക്കുക, എന്നിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിയുമ്പം എല്ലാം സെറ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ ക്രിസ്റ്റീന, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആയി, പിന്നെ മോട്ടിവേഷണൽ ആയി, ഇൻസ്പിറേഷണൽ ആയി തോന്നി വിചാരിക്കുന്നു. അപ്പം ക്രിസ്റ്റീനയ്ക്കൊക്കെ താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു.